ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉന്നക്കായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ആൻറ്റി വന്നുകൊണ്ടാണ്. ആദ്യം നമ്മൾ ചിക്കൻ കഴുകിയിട്ട് അതിൻ്റെ അകത്തേക്ക് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഇട്ട് നല്ലോണം കൈവച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം കുക്കറിൽ ഈ ചിക്കനും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. ചിക്കൻ വേവണ്ടേ. അതിൻ്റെ അകത്തേക്ക് ഒരു മിക്സിയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് ഒരടി അടിച്ചതിന് ശേഷം അവിടെ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ അകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നേരത്തെ തക്കാളി ഇട്ടിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ പേസ്റ്റ്, ആ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഉള്ളിയും തക്കാളീൻ്റെ അകത്തേക്ക് ആ പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പം അത് റെഡിയായി വന്നോളും. ഈ ഒരു പരുവത്തിന് നല്ല റെഡ് കളറായിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുക, നമ്മളെ നേരത്തെ വെന്താൻ വെച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ടാകും. അതിൽ മുളക് പുരട്ടിയിട്ട് പൊരിക്കുക. എന്നിട്ട് ആ ഉള്ളീൻ്റെ അകത്തേക്ക് ഈ ചിക്കൻ എടുത്തിടുക. എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണെന്ന് തോന്നി അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് തന്നെ ഒരു പാൻ എടുത്ത് ചോറിൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഗ്രാമ്പൂ അങ്ങനത്തെ കുറച്ച് പട്ടകളും കാര്യങ്ങളും പിന്നെ ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം വെള്ളത്തിൽ പിടിക്കുമല്ലോ. അപ്പോഴത്തേക്ക് ആ ചിക്കൻ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്ക് ബിരിയാണി അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് എന്നിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.